ഹലോ പാറുസാണ്. സുഖമല്ല എല്ലാവർക്കും? എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ന്യൂ ഇയർ പറയാൻ കുറച്ച് നേരം വൈകി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ക്യാപ്ഷൻ വെച്ചതിനെ കുറിച്ച് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം എല്ലാവരോടും ഓരോരുത്തരോരുത്തർ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, കൂടെ നിന്നവരും സ്നേഹം നടിച്ചവരും എന്ന് പറയുമ്പോൾ, സ്നേഹിച്ചവർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായ ആൾക്കാരാണ്. മനസ്സിലായോ? നമ്മളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും, നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ വിഷമത്തിലും ഒക്കെ കൂടെ നിന്ന ആൾക്കാർ. ഓക്കെ, അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കുറച്ചെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല, ഒരു മൂന്നാലും ഇല്ല. ഓക്കെ, കയ്യിലെണ്ണാവുന്ന 2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ സ്നേഹം അഭിനയിച്ചവർ എന്ന് പറയുമ്പോൾ, നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കേട്ടിട്ട് അത് മറ്റുള്ളവരിലേക്ക് ഒരു 10 ഇരട്ടിയാക്കിയിട്ട് ചെന്ന് പറയും, എടി അവളങ്ങനെയാ, ഇവളിങ്ങനെയാ, അവളങ്ങനെയാടി പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ വാക്കായിരിക്കില്ല, അതിൻ്റെ ഇരട്ടി കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ചതിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഞാനറിഞ്ഞില്ല, എനിക്കറിയില്ല, ഇങ്ങനത്തെ വാക്ക് പറയുന്ന ആൾക്കാരുണ്ട്. അറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആളെന്ന് വെച്ചാൽ നമ്മളെ ഹസ്ബൻഡാണ് ഒന്നാമത്തെ ആൾ. അത് കഴിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല കൂട്ടുകാർ. ഓക്കെ, ഹസ്ബൻഡിനോട് നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പണിയെടുത്ത് കൊണ്ട് തരുന്നു, നമ്മളത് കഴിക്കുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞു നോക്ക്, നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞു നോക്ക്, അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇല്ലേ? ഉണ്ട്, എൻ്റെ കൂടെ നിൽക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ എന്ത് തെറ്റുകൾ ചെയ്താലും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തുറന്നു പറയാറുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത്. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ച് ഭയങ്കര ജീവനാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും നീയില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറയുക, തള്ളിപ്പറഞ്ഞ സാഹചര്യം വന്നിട്ടുണ്ട്. തള്ളിപ്പറഞ്ഞാലും എന്നെ വിട്ടു പോകില്ല. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, നീ തന്നെ വേണം എന്ന് പറയും. അതുപോലെ ആ പുള്ളിക്കാരനെ ഞാനും എൻ്റെ മക്കളും, ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളിക്കാരനെ എല്ലാവരും. അപ്പം അങ്ങനെ ആണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നല്ല നിമിഷങ്ങളും ഒക്കെ നമ്മുടെ ഹസ്ബൻഡിനോട് തുറന്നു പറയും. നല്ലതായാലും ചീത്തയായാലും അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കൂടെ എല്ലാവരും.